നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ അർഹനായി. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് സർക്കാർ ജോലി നേടി 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ VS പ്രിൻസ് ചുമതലയേറ്റു. വാർത്തകളിലേക്ക് വിശദമായി. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ അർഹനായി. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലിന് സലീഷ് എൻ ശങ്കരൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായിട്ടുണ്ട്. രാജ്യത്താകെ 1132 പേർക്കാണ് പുരസ്കാരം. 1998 പോലീസ് കോൺസ്റ്റബിളായി KAP 2ാം ബറ്റാലിയനിൽ സേവനമാരംഭിച്ച സലീഷ് എൻ ശങ്കരൻ 2003 PSC വഴി സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റു. 2010 സർക്കിൾ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 11 വർഷത്തെ സേവനത്തിനു ശേഷം 2021 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി പ്രമോഷനായി. ഇതുവരെയുള്ള സർവീസ് കാലയളവിൽ 128 ഗുഡ് സർവീസ് എൻട്രിയും 2013 സ്തുത്യർഹ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡലും 2016 കുറ്റാന്വേഷണ മികവിന് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണറും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് സർക്കാർ ജോലി നേടി 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശിയുടെ റേഷൻ കാർഡിൽ ഇയാളുടെ അനുമതിയോടെ കൃത്രിമം കാണിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടി സർക്കാരിനെ വഞ്ചിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശിനി റീന വർഗീസ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ രതീഷ്, വിദ്യ, തിരുവനന്തപുരം എടക്കോട് സ്വദേശി വിമൽരാജ് എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം ജില്ലക്കാരായ 3 പേരും തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കുന്നതിനായി കേസിലെ 4ാം പ്രതിയും 3 പേരുടെയും ബന്ധുവുമായ റീന വർഗീസിന്റെ റേഷൻ കാർഡിൽ പേരും മേൽവിലാസവും ചേർക്കുകയും തുടർന്ന് താലപ്പള്ളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് താൽക്കാലിക നിയമനം സമ്പാദിക്കുകയും ചെയ്തതിനാണ് പ്രതികൾക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തത്. തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കാൻ അർഹതയില്ലാത്ത പ്രതികൾ വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയ സർക്കാരിന് നഷ്ടം വരുത്തിയതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS, തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകനും ജില്ലാ പോലീസ് മേധാവി കുന്നംകുളം SHO UK ഷാജഹാനും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ VS പ്രിൻസ് ചുമതലയേറ്റു. ആമ്പല്ലൂർ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട VS പ്രിൻസ് ജില്ലാ ആസൂത്രണ സമിതി അംഗമാണ്. ഇടതുമുന്നണി ധാരണപ്രകാരം ആദ്യ ടേമിൽ പ്രസിഡന്റായിരുന്ന CPMയിലെ PK ഡേവിസ് രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് കളക്ടർ VR കൃഷ്ണതേജ വരണാധികാരിയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തേക്കുള്ള വികസന സെമിനാർ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. റോഡുകളെല്ലാം രജിസ്ട്രേഷൻ നടത്തിയും ഫിനോളായിട്ടുള്ള പ്രൊജക്ടുകൾ ഉപയോഗിച്ചുള്ള റീകാറിംഗ് നടത്തിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേ അർത്ഥത്തിൽ പുതിയതായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളും എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ നിലവിൽ ഉള്ളതും വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും ഗ്രാമസഭാ യോഗങ്ങളിൽ നിന്നും കുടുംബശ്രീയുടെ ഗ്രാമകം പോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പദ്ധതികളെയെല്ലാം ഓരോ പദ്ധതികളെയും വിലയിരുത്തിക്കൊണ്ട് മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കരട് പദ്ധതി രേഖയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് അന്തിമമാക്കുന്നതിനാണ് നമ്മുടെ ബിസിനസ് സെമിനാർ എന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഇതിന്റെ വിഭാഗത്തിന് ശേഷമുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ നമ്മുടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വികസന ചെയർമാൻ ഇവിടെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ടും വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി T ബിനോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, ഹേന രമേശ്, ഷീനി സതീഷ്, ഷൈജ ഷാനവാസ്, സജീർ സത്യൻ, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല നടത്തിയ ചെറുകഥാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എടത്തുരുത്തി 12ാം വാർഡിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കുറച്ച് പച്ചക്കറി തൈകൾ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മളെല്ലാവർക്കും പച്ചക്കറി തൈ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലേക്കും ആവശ്യമായ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് കേവലം അത് കൊടുത്തു പോരൽ മാത്രമല്ല,
അത് കൃത്യമായി അത് പരിപാലിക്കുന്നുണ്ട് എന്ന് എല്ലാവരും കൂടി ഉറപ്പാക്കുകയും കൂടി വേണം. ഇതുവരെ കൃഷി ചെയ്യാത്തവരും ഉണ്ടാവുമല്ലോ, കുറേ പേര് നന്നായി കൃഷി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇതുവരെ കൃഷി ചെയ്യാത്തവരെ കൂടി അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനമാണ്. എല്ലാ വീട്ടിലും കുറച്ച് പച്ചക്കറി എങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം. നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു 50 വീടുകൾക്ക് ഒരു സ്ക്വാഡ് നമ്മൾ രൂപീകരിച്ച് ആ പ്രവർത്തനത്തിന് അവർ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. രതി സുനിൽ, PM ഇബ്രാഹിംകുട്ടി, ബാബു പൊറ്റേക്കാട്ട്, ബാലൻ കുന്നുപറമ്പിൽ, ഇബ്രാഹിംകുട്ടി നെടിയിരിപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാലിപ്പയ്യൂർ പെൻകോ മാർബിൾസിൽ നിന്ന് 22 ലക്ഷം തട്ടി ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തു. കുന്നംകുളം കാണിപ്പയ്യൂർ പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് സ്ഥാപനത്തിൽ നിന്നും 22 ലക്ഷം രൂപ തട്ടിയെന്ന സ്ഥാപന ഉടമയുടെ പരാതിയിൽ ജീവനക്കാരനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കാണിപ്പയ്യൂർ സ്വദേശിയും സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ കിഷോറിനെതിരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മഹേഷ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ഥാപന ഉടമ കാണിപ്പയ്യൂർ സ്വദേശി അബൂബക്കറിന്റെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ഥാപനത്തിലെ ജീവനക്കാരൻ 2022 ഏപ്രിൽ മാസം മുതൽ 2023 ഒക്ടോബർ മാസം വരെ സ്ഥാപനത്തിലെ വസ്തുക്കൾ വിൽപ്പന നടത്തി കിട്ടിയ 22 ലക്ഷത്തോളം രൂപ സ്ഥാപനത്തിൽ നൽകാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് ഉടമ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. ദേശീയ സമ്മതിദായക ദിനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം നിർവഹിച്ചു. വോട്ടവകാശത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുന്ന ഫ്ലാഷ് മോബ് നൃത്താവിഷ്കാരവും അരങ്ങേറി. സ്വീപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ശ്രീ കേരളവർമ്മ കോളേജിലെ ഇലക്ട്രിക്കൽ ലിറ്ററസി ക്ലബ്ബ്, നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, സ്വീപ് നോഡൽ ഓഫീസർ രോഹിത് നന്ദകുമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി ഈസ്റ്റ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷത്തോടനുബന്ധിച്ച് കിഴക്കേസെറ്റ് കോഴിത്തുമ്പ് ദേശം താലാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേവിക്ക് പട്ടും താലിയും സമർപ്പണം നടത്തി. ചന്ദ്രപുരയ്ക്കൽ മനോഹരന്റെ വസതിയിൽ നിന്ന് വിവിധ താളമേള വാദ്യങ്ങളോടും താലത്തോടും കൂടി ആരംഭിച്ച് ചളിങ്ങാട് ലണ്ടൻ ബ്രദേഴ്സിന്റെയും ഹെൽപ്പ് ലൈൻ ചളിങ്ങാടിന്റെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദേവിക്ക് പട്ടും താലിയും സമർപ്പണം നടന്നു. താലാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ അനുരാജ്, മിഥുൻ, ഗിരീഷ്, സനേഷ് എന്നിവർ നേതൃത്വം നൽകി.
ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ അർഹനായി. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് സർക്കാർ ജോലി നേടി 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ VS പ്രിൻസ് ചുമതലയേറ്റു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.